കൊച്ചി കടവന്ത്രയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഹണി ട്രാപ്പ് സംഘം ക്രൂരമായി മർദ്ദിച്ചു. യുവതി ഉൾപ്പെടെ 4 അംഗ സംഘമാണ് അമൽദേവ് എന്ന യുവാവിനെ മർദ്ദിച്ച് നഗ്നദൃശ്യങ്ങൾ പകർത്തിയത്. വാരിയലൊടിഞ്ഞ അമൽദേവ് ഇപ്പോൾ ചികിത്സയിലാണ്. സഫ്ന, അമൽ എന്നിവർ ഈ കേസുമായി ഇപ്പോൾ ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. വിഷ്ണു, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ പിടിയിലായത് ആരൊക്കെയാണ്? ഇനി പിടിയിലാകാൻ ആരൊക്കെയുണ്ട്? സുഹേൽ, 22-ാം തീയതിയായിരുന്നു സംഭവം. ഈ സഫ്നയും അതോടൊപ്പം തന്നെ മർദ്ദനമേറ്റ അമൽദേവും തമ്മിൽ പരിചയമുണ്ടായിരുന്നു. അമൽദേവിനെ സഫ്ന ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. വിളിച്ചു വരുത്തിയതിനിടയിൽ പിന്നാലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു. പക്ഷേ അമൽദേവ് വിസമ്മതിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി അമൽദേവിനെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ സംഘത്തിന്റെ ലക്ഷ്യം. വിസമ്മതിച്ചതോടുകൂടി തന്നെ ഈ സംഘത്തിലുണ്ടായിരുന്ന മറ്റ് 2 പേർ, ഈ അമലിന്റെ നേതൃത്വത്തിലുള്ള 3 ആൺകുട്ടികൾ ഈ മുറിയിലേക്ക് എത്തുകയും ഈ അമൽദേവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. വാരിയലിനടക്കം ഒടിവുണ്ടായിരുന്നു. പിന്നാലെ കടവന്ത്ര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 2 പ്രതികളെ ഇന്നലെ പിടികൂടി. ഇന്നിപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളും ഇത് ആസൂത്രണം ചെയ്ത സഫ്നയും അതോടൊപ്പം തന്നെ മറ്റൊരു അമലിനെയും പിടികൂടിയിട്ടുണ്ട്. കടവന്ത്ര SHO മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. ഇനി ഈ കേസിൽ ഒരാളെ കൂടി കിട്ടാനുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ മർദ്ദനമേറ്റ അമൽദേവ് ഒരു ഭിന്നശേഷിക്കാരനാണ്. അദ്ദേഹത്തിന് സംസാരശേഷിയില്ല. അതിക്രൂര മർദ്ദനമാണ് അയാൾക്ക് ഏറ്റത്. അതുകൊണ്ട് ഈ കേസിന്റെ തുടരന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. കൂടുതൽ പ്രതികൾക്കുള്ള സാധ്യതയും കൂടുതലാണ്. സുഹൈലും, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.